ഇപ്പോൾ വേൾഡ് കപ്പിലെ ആദ്യ റൗണ്ട് മത്സരങ്ങൾ കഴിഞ്ഞു. നമ്മൾ മെസ്സിയെ സെലിബ്രേറ്റ് ചെയ്തു, എംബാപ്പയെ ഹൈപ്പ് ചെയ്തു, ഹാളൻഡിൻ്റെ വരവ് അറിയിച്ചു. അങ്ങനെ ഒരുപാട് പ്ലേയേഴ്സിനെ സെലിബ്രേറ്റ് ചെയ്തു. നെയ്മറിനെ നമ്മൾ കാത്തിരിക്കുന്നു. പക്ഷേ ഫീൽഡിൽ ഇറങ്ങി ആ ഒരു പ്രതിഭാ ധാരാളിത്തമുള്ളൊരു ടീമിൻ്റെ കൂടെ ഇറങ്ങിയിട്ടും അത് തെളിയിക്കാൻ പറ്റാതെ പോയി ഫെയിലായി പോയ ഒരു പ്ലെയർ എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ആണ്. കാരണം നമുക്കറിയാം കഴിഞ്ഞൊരു മത്സരത്തിൽ താരതമ്യേന ദുർബലരായ എതിരാളിയായിരുന്നു കോങ്കോ. നന്നായി കളിക്കുമെന്ന് കരുതി, പക്ഷേ ആളുടെ ഒരു പ്രതിഭക്കൊത്ത പ്രകടനം ഗ്രൗണ്ടിൽ കാഴ്ചവെക്കാനായിട്ടില്ല. എന്താണ് ശരിക്കും ഈ ഒരു മത്സരത്തിൽ റൊണാൾഡോയെ വലച്ചൊരു എലമെൻ്റ് എന്തായിരുന്നു? നമ്മൾ ഇന്നലെ മെസ്സി മോർണിംഗ് അതിഗംഭീരമായ പെർഫോമൻസ് നടത്തി. അപ്പോൾ നമ്മൾ മീഡിയ ഹൗസ് എന്നുള്ള ആൾക്ക് നമ്മളൊക്കെ റൊണാൾഡോയും കൂടി ഫോം ആണെന്നായിരുന്നു നമ്മുടെ ഒരു ആഗ്രഹം, അതിൻ്റെ മൊത്തത്തിലൊരു ഓളം കിട്ടാനൊക്കെ. പക്ഷേ കഴിഞ്ഞ ലോകകപ്പിൽ മെസ്സി എവിടെയാണോ നിർത്തിയത് അവിടെ നിന്ന് തന്നെ തുടങ്ങി. ഇപ്പോൾ റൊണാൾഡോയും എവിടെയാണോ നിർത്തിയത് അവിടെ തന്നെയാണ് തുടങ്ങിയത്. ഫുൾ ടൈം കളിക്കാണ്ടായിരുന്നു, ബെഞ്ചിൽ നിന്ന് മാറി ഫുൾ ടൈം ഉണ്ടായിരുന്നു. കോച്ചിനും വിശ്വാസമുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് റൊണാൾഡോ തീർച്ചയായും ഒരു ഒറ്റപ്പെട്ട ഫീലായിരുന്നു. മൊത്തത്തിൽ നമ്മളെന്താ പറയുക, ഒരു ബ്രിഡ്ജ് അങ്ങ് തകർന്നാൽ ഒരു ദ്വീപ് ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കും നമ്മൾ പറയല്ലോ. ഒരു വെള്ളത്തിൽ പിന്നെ കണക്ഷൻ ഇല്ല, ഏതാണ്ട് അതുപോലൊരു നിൽപ്പായിരുന്നു റൊണാൾഡോ. കാരണം കോങ്കോ കൃത്യമായിട്ട് CR7 2 പേരെ ഇട്ട് പൂട്ടി. പിന്നെ അത് മറികടക്കാനുള്ളൊരു വേഗതയൊന്നും അദ്ദേഹത്തിന് ഇപ്പോൾ ഇല്ല. അപ്പോൾ അദ്ദേഹത്തിലേക്ക്, അതായത് അദ്ദേഹത്തിൻ്റെ കീ സ്ട്രൈക്കർ അങ്ങോട്ട് ബോൾ എത്തുന്നത് പൂർണ്ണമായി ഇല്ലാതാക്കി. അതിന് വേണ്ടതെല്ലാം ചെയ്തു. പിന്നെ റൊണാൾഡോയെക്കുറിച്ച് പറയുമ്പോൾ റൊണാൾഡോയുടെ ഏറ്റവും സ്റ്റിൽ എനിക്ക് കുറച്ചും കൂടി കോൺഫിഡൻസിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഹെഡിങ് ഒക്കെയാണ്. സ്റ്റിൽ അദ്ദേഹത്തിന് ഹൈറ്റൊക്കെ ഒരു അഡ്വാൻറ്റേജാണ്. പക്ഷേ അതിന് പറ്റിയ ബോളുകളൊന്നും അദ്ദേഹത്തിന് ബോക്സിലേക്ക് കിട്ടിയിട്ടില്ല. പിന്നെ എനിക്ക് തോന്നുന്നത് ആ റോൾ പ്രധാനമായിട്ടും ചെയ്യേണ്ട ഒരാൾ ബ്രൂണോ ഫെർണാണ്ടസ് ആയിരുന്നു. ഈ ഏരിയൽ ബോൾ കൊടുക്കേണ്ടതും, പിന്നെ നമ്മൾ യുണൈറ്റഡിലൊക്കെ കാണുന്നതാണ് അങ്ങനെ തൂക്കി കൊടുക്കുന്ന ഒരു ശൈലിയൊക്കെ ഉണ്ട് ബ്രൂണോക്ക്. അതൊന്നും ഇന്നലെ സംഭവിച്ചിട്ടില്ല. പിന്നെ റൊണാൾഡോക്ക് മിസ്സിങ് ചാൻസ് ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ഉണ്ടായിരുന്നു. അതിൽ ഒന്നൊരു ഹാഫ് ചാൻസ് എന്ന് പറയാം. ഡിഫൻഡർ മുന്നിലുണ്ട്, പക്ഷേ അത് റൊണാൾഡോ തന്നെ അത് ഷോട്ട് അടിക്കാൻ നോക്കിയതാണ് പ്രശ്നമായത്. കാരണം പിന്നിൽ ആ സമയത്ത് ബ്രൂണോ ഫെർണാണ്ടസ് ഉണ്ടായിരുന്നു. ഒരു കോർഡിനേഷനൊക്കെ ഉണ്ടെങ്കിൽ ഒരു പക്ഷേ റൊണാൾഡോ അത് മാറി നിന്നെങ്കിൽ ഒരു ഓപ്പൺ ചാൻസ് ആകുമായിരുന്നു ബ്രൂണോക്ക്. എന്നിട്ട് ബ്രൂണോ അടിക്കുമല്ലേ എന്നൊക്കെ മറ്റൊരു വിഷയമാണ്. പക്ഷേ അങ്ങനെ തന്നെ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നലെ തിയറി ഹെൻറി പരസ്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് റൊണാൾഡോ സെൽഫിഷ് മാറ്റി ടീമിന് വേണ്ടി കളിക്കണം. ഈ ഇൻസിഡൻറ്റ് വെച്ചിട്ടാണ് പറയുന്നത്. ബ്രൂണോക്ക് അത് അവസരം കൊടുക്കണമായിരുന്നു എന്നുള്ള രീതിയിൽ. പിന്നെ റൊണാൾഡോക്കെതിരെ ഓഫ് കോഴ്സ് പല ട്രോളുകളും വരുന്നുണ്ട്. പക്ഷേ ഈ ഒരു എന്താ പറയുക, ഇന്നലത്തെ ഒരു മോശം പഠനത്തിൽ റൊണാൾഡോയെ മാത്രം പറയുന്നത് കൊണ്ട് കാര്യമില്ല. റൊണാൾഡോ മോശം തന്നെയായിരുന്നു, പക്ഷേ റൊണാൾഡോ മാത്രമല്ലായിരുന്നു മോശം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഈ ഒരു പോർച്ചുഗൽ ടീമിനെ പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ ഏറ്റവും എടുത്തു പറയുന്നത് അവരുടെ ഒരു മിഡ്ഫീൽഡ് ട്രയോ ആണ്. നമുക്കറിയാം ബ്രൂണോ ഫെർണാണ്ടസ് നല്ലൊരു ക്ലബ് സീസൺ കഴിഞ്ഞ് വരുന്നു. മറുപുറത്ത് തൊട്ട് ബാക്കിൽ കളിക്കുന്നത് വിറ്റീനിയയും ജാവനവസാണ്. അവർ ഒരുമിച്ച് കളിക്കുന്ന ആ ഒരു ഒരേ ലൈന് ക്ലബ്ബിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന 2 പ്ലേയേഴ്സാണ്. അപ്പോൾ ഈ ഒരു മിഡ്ഫീൽഡിൽ നിന്ന് ക്രിയേറ്റിവിറ്റി ആളുകൾ വളരെ അധികം പ്രതീക്ഷിച്ചു. കാരണം 3 ആളുകളും ഇൻഡിവിജ്വലി നന്നായി കളിക്കുന്ന പ്ലേയേഴ്സാണ്. പക്ഷേ അവരെ കോങ്കോ നിഷ്പ്രഭമാക്കുക, അതായത് അവർക്കൊരു സാധ്യതയും കൽപ്പിക്കാത്ത രീതിയിലുള്ള ഒരു പ്രകടനമാണ് നടത്തിയിരുന്നത്. ഈ ഒരു മിഡ്ഫീൽഡിൻ്റെ ബേസിക്കലി എന്താണ് ലാക്ക് ചെയ്തത് ഈ ഒരു മത്സരത്തിൽ? അപ്പോൾ നമ്മൾ വേൾഡ് കപ്പ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എല്ലാവരും അംഗീകരിച്ചൊരു കാര്യമാണ് വേൾഡിലെ ഏറ്റവും ബെസ്റ്റ് മിഡ്ഫീൽഡ് പോർച്ചുഗലിൻ്റെ മിഡ്ഫീൽഡാണ്. അത് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം അവരുടെ 2 മിഡ്ഫീൽഡ് പിവോട്ട് എന്ന് പറഞ്ഞാൽ ബാക്ക് ടു ബാക്ക് ചാമ്പ്യൻസ് ലീഗ് അടിച്ചിട്ടാണ് വരുന്നത്. ആ 2 ചാമ്പ്യൻസ് ലീഗിലും ഈ 2 മിഡ്ഫീൽഡേഴ്സ് തന്നെയായിരുന്നു ഏറ്റവും ക്രൂഷ്യൽ റോളും ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് ഇന്നലെയും 75% മേലെ പൊസിഷൻ അവർക്കുണ്ട്. അപ്പം ഈ 2 പേരും അങ്ങനെ ഡോമിനേറ്റ് ചെയ്യുന്ന ആളുകളാണ്. പക്ഷേ ബ്രൂണോനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പം മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഏറ്റവും മോശം സീസണുകൾ പോലും ഒരുപാട് ചാൻസ് ക്രിയേഷനിൽ EPL നമ്പർ 1 ആയിക്കൊണ്ടിരുന്ന ആളാണ്. അപ്പോൾ ഇപ്പോൾ ടീമിൻ്റെ കളി മോശമായാലും വരെ സ്വന്തം നിലക്ക് 3-4 ഈസി ചാൻസ് ക്രിയേറ്റ് ചെയ്യുന്ന ആളാണ് ബ്രൂണോ. പക്ഷേ ആ ഒരു കോമ്പിനേഷൻസ് ഒന്നും ഇന്നലെ വർക്കൗട്ട് ആയില്ല എന്നുള്ളതാണ്. അത് ഇത്രയും നല്ലൊരു പ്ലെയേഴ്സിനെ വെച്ച് ഇത്രയും നല്ലൊരു മിഡ്ഫീൽഡ് എങ്ങനെ ഇത്ര മോശമായി കളിച്ചു എന്നുള്ളതാണ് ആളുകൾ ചോദിക്കുന്നത്. കാരണം ഇപ്പം നമ്മൾ റൊണാൾഡോനെ പറ്റി പറയുകയാണെങ്കിൽ റൊണാൾഡോ മിക്ക സമയം ഐസൊലേറ്റഡ് ആയിരുന്നു. ബ്രൂണോ കുറച്ച് ഡീപ്പായിട്ടാണ് കളിച്ചത്. ഇപ്പോൾ ഈ 2 മിഡ്ഫീൽഡേഴ്സ് ഉണ്ടായിട്ടും ബ്രൂണോ സെക്കൻഡ് ഹാഫിലൊക്കെ മിക്കപ്പോഴും ഹാഫ് ലൈനിലേക്ക് ഇറങ്ങിയിട്ടൊക്കെയാണ്. പിന്നെ വിറ്റീഞ്ഞ പോയതിന് ശേഷവും അതിൻ്റെ മുമ്പേയും അല്ലാതെ റൊണാൾഡോക്ക് ബോക്സിലൊരു സപ്പോർട്ട് എന്നുള്ള രീതിയിൽ വന്നിട്ടേ ഇല്ല. പിന്നെ 2 വിങ്ങേഴ്സ്, ഇപ്പം നെറ്റോ ആണ് ഫസ്റ്റ് ക്രോസ് കൊടുത്തത് ജാവോ നെവസിൻ്റെ ഹെഡറിന്. അതല്ലാതെ ഒരു ഓപ്പൺ പ്ലേ ചാൻസസ് വളരെ കുറവാണ് ഇന്നലെ ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ ഇത്രയും നല്ലൊരു മിഡ്ഫീൽഡേഴ്സിനെ യൂസ് ചെയ്യുന്നതിൽ റോബർട്ടോ മാർട്ടിനസിന് ഒരു പിഴവ് പറ്റിയെന്ന് തന്നെ പറയേണ്ടി വരും. ഇപ്പോൾ മാർട്ടിനസിൻ്റെ കേസ് നമ്മൾ പലപ്പോഴും സംസാരിക്കുമ്പോൾ മാർട്ടിനസിന് ഇതിന് മുമ്പ് നമ്മൾ കണ്ടത് ബെൽജിയത്തിൻ്റെ കൂടെയാണ്. ബെൽജിയത്തിൻ്റെ ഒരു സുവർണ്ണ തലമുറ കയ്യിലുണ്ടായി, കുറേ കാലം വേൾഡ് റാങ്കിങ് നമ്പർ 1 എന്നതിലപ്പുറത്തേക്ക് ഒരു ട്രോഫി പോലും ആ ടീമിനൊപ്പം നേടാനാവാതെയാണ് ആൾ പടിയിറങ്ങുന്നത്. പിന്നീട് പോർച്ചുഗലിലേക്ക് ചേരുക. അപ്പോൾ ആളുടെ ഒരു ടാക്റ്റിക്കൽ ഫെയിലിയർ ആയിട്ട് ഈ ഒരു മത്സരത്തിൽ നമുക്ക് കാണാൻ പറ്റും. ടാക്റ്റിക്കൽ ഫെയിലിയർ നമ്മളിപ്പോൾ നോക്കുമ്പോൾ ബോൾ പൊസിഷൻ ഉണ്ട്, 75% ബോൾ പൊസിഷൻ ഉണ്ട്. ഇപ്പോൾ നമ്മൾ വിറ്റീഞ്ഞയുടെ പേഴ്സണൽ സ്റ്റാറ്റ്സ് നോക്കിയാൽ അദ്ദേഹം കംപ്ലീറ്റ് ചെയ്ത പാസുകളുണ്ട്,
ആ പാസിൻ്റെ അക്യുറസി ഒക്കെ ഹൈ പെർസെൻറ്റേജ് ആണ്. പക്ഷെ അദ്ദേഹം കൊടുത്ത പാസ് എങ്ങോട്ടാണ് നോക്കണം, അദ്ദേഹം ഡിഫൻസിലേക്കാണ് അവിടെ ഇങ്ങനെ യു ഷേപ്പിൽ പാസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ക്രിയേറ്റീവായിട്ട് യാതൊരു കോൺട്രിബ്യൂഷനും വിട്ടീഞ്ഞ് ചെയ്തിട്ടില്ല. അതൊരു പ്രധാനപ്പെട്ട കാരണം. അദ്ദേഹത്തിനായിരുന്നു ശരിക്കും ആ ബോള് മുന്നിലോട്ട് എത്തിക്കേണ്ട ചുമതല ഉണ്ടായിരുന്നു. പക്ഷേ ചെയ്തുകൊണ്ടിരുന്നതും അതെ, അതെങ്ങനെ തട്ടി കയറുന്ന ഒരാളാണ്. പക്ഷേ ഇന്നലെ അദ്ദേഹം നമ്മൾക്ക് ഭയങ്കര നെഗറ്റീവ് അപ്രോച്ചിലായിരുന്നു പന്തട്ടി. നമുക്ക് തന്നെ ഫസ്റ്റ് തന്നെ തോന്നും എനിക്ക് തോന്നുന്നു ഒരു സ്റ്റാറ്റിക്സ് ആയിരുന്നു. അതായത് ബോൾ പരമാവധി കയ്യിൽ വെച്ചിട്ട് കോങ്കോ ഇല്ലാതാക്കുക എന്നുള്ളതായിരുന്നു ഇവരുടെ പ്ലാൻ തോന്നുന്നു. അതിൻ്റെ ഭാഗം കൂടി ആയിട്ടാണ് ഫസ്റ്റ് മുതലേ അവിടെ ഇട്ട് അങ്ങനെ കളിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അത് വിട്ടിഞ്ഞ ഒരു ക്രിയേറ്റീവ് കോൺട്രിബ്യൂഷൻ ഇല്ലാത്തതാണ്. പിന്നെ ഓഫ് കോഴ്സ് ബ്രൂണോ ഫെർണാണ്ടസ് കുറച്ചുകൂടി ഒഫൻസീവായിട്ടാണ് കളിക്കേണ്ടത്. അതിൽ ഈ റൊണാൾഡോ ഫ്രണ്ട് കളിക്കുന്നതുകൊണ്ട് എനിക്ക് തോന്നുന്നു കുറച്ചൊരു ഡിഫെൻസീവ് സപ്പോർട്ട് കുറവാണ്. ആകെ എനിക്ക് തോന്നുന്നു ഡിഫെൻസീവ് ഇൻ്റർസെപ്ഷൻസ് റൊണാൾഡോ അങ്ങോട്ടാണ് ചെയ്തിട്ടുള്ളത്. അതെനിക്ക് തോന്നുന്നു മറ്റ് മുന്നേറ്റ നിരക്ക് ഭയങ്കര കോംപ്ലിക്കേഷൻ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഒരു എന്താ പറയുക, പ്രഷർ എന്നൊക്കെ പറയുമല്ലോ നമ്മൾ. അതേസമയം കോങ്കോ തിരിച്ചായിരുന്നു. കോങ്കോ 25% പന്തുണ്ടെങ്കിലും അവർ പന്ത് വെച്ചത് വളരെ എഫക്റ്റീവായിരുന്നു എന്നുള്ളതാണ്. നല്ല നല്ല പാസുകൾ ചെയ്ത് കൃത്യമായിട്ട് ബിൽഡ് ചെയ്ത് പോകുന്നുണ്ട്. കുറച്ചൊരു പേസിന്റെ കുറവ് മാത്രമേ ആ ടീമിന് ഉണ്ടായിട്ടുള്ളൂ. അല്ലെങ്കിൽ ഒരു പക്ഷേ പോർച്ചുഗൽ കൂടുതൽ ഗോളുകൾ കൺസിഡർ ചെയ്തേനെ. അതെ, ഇപ്പം നമ്മളാണെങ്കിൽ നമ്മളെ തന്നെ ഒരു കൺസെപ്റ്റ് മാറി. പണ്ടൊക്കെ നമ്മളൊരു മാച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സമനിലയാണെങ്കിലും നമ്മൾ ഈ ഗ്രൂപ്പുകളിലൊക്കെ എല്ലാവരും ഇടും, നിങ്ങൾ പൊസിഷൻ നോക്കി എന്നൊക്കെ പറയും. ഇപ്പോൾ പക്ഷേ ആരും അങ്ങനെ പറയുന്നില്ല. ഇപ്പോൾ 75% പൊസിഷൻ ഉണ്ടായിട്ടും പോർച്ചുഗൽ ഫാൻസ് പറയുന്നില്ല. കാരണം ഉള്ള 25-ൽ കൂടുതൽ എന്താ പറയുക ഇംപ്രസീവ് ആയിട്ടുള്ള മറ്റുള്ളവരാണ്. 75% പൊസിഷനുള്ള പോർച്ചുഗലും 25% ഉള്ള കോങ്കോയും ഒരേ ചാൻസ് ആണ് ക്രിയേറ്റ് ചെയ്തത്. ഷോട്ട് അപ്പോൾ ബാക്കി 50% പൊസിഷനിൽ എന്താണ് അവർ ചെയ്തതെന്നുള്ളതാണ്. അതെ അതെ, അത് കൂടുതലും ഈ സൈഡ് വേസ് പാസിങ്ങും. മാത്രമല്ല ഈ കോങ്കോനെ പറ്റി പറഞ്ഞപ്പം ഇപ്പോൾ ഒരു 50 വർഷത്തിന് ശേഷമാണ് കോങ്കോ വേൾഡ് കപ്പിന് വരുന്നത്. അവർ ഇതുവരെ വേൾഡ് കപ്പിൽ ഒരു ഗോൾ പോലും അടിച്ചിട്ടില്ല. അത്തരം ഒരു ടീം പോർച്ചുഗലിൻ്റെ കൂടുതൽ പൊസിഷൻ ഉണ്ടാവുന്നതിൽ വെറി ചെയ്യുമോ എന്നുള്ളത് അത് എങ്ങനെയാണ് അവർ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം. അവർ ഹാപ്പി ആയിരുന്നു പോർച്ചുഗൽ ബോൾ കീപ്പ് ചെയ്യാൻ. അവർ കൗണ്ടേഴ്സിനെ മാത്രമാണ് നോക്കിയത്. പക്ഷെ പോർച്ചുഗൽ ഇത്രയും പൊസിഷൻ വെച്ചിട്ടും പെനട്രേറ്റ് ചെയ്യാൻ പറ്റിയിട്ടേ ഇല്ല. അപ്പോൾ അതിൽ കോങ്കോൻ്റെ ഗെയിം പ്ലാനാണ് സത്യം പറഞ്ഞാൽ വർക്കൗട്ട് ആയത്. അവർ പ്ലാൻ ചെയ്ത രീതിയിലാണ് കാര്യങ്ങൾ പോയത്. കോങ്കോനെ സംബന്ധിച്ച് ഒരു ഹിസ്റ്റോറിക് മൊമെൻ്റ് ആണ്. ഫസ്റ്റ് ഗോളാണ് അവരുടെ വേൾഡ് കപ്പിലെ ഫസ്റ്റ് പോയിൻ്റാണ്. പിന്നെ മത്സരം തുടങ്ങിയപ്പോൾ സത്യത്തിൽ ഒരു ആദ്യത്തെ 10 മിനിറ്റ് ഉണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു പോർച്ചുഗൽ ഇവരെ എണ്ണിക്കുന്നതാണ്. ഫസ്റ്റ് തന്നെ ഗോൾ, 6-ാം മിനിറ്റിൽ തന്നെ ഗോൾ വരുന്നത്. പക്ഷെ പിന്നീട് പറഞ്ഞ പോലെ കളി ഇവരൊന്ന് സ്ലോ ആക്കി പോർച്ചുഗൽ. അതിൽ പിടിച്ചിട്ടാണ് കോങ്കോ കയറുന്നത്. പിന്നെ ഒരു മറുപടി ഗോളും കൂടി കിട്ടിയപ്പോൾ പിന്നെ അവർക്കൊരു പ്ലാൻ ഇല്ലാതായി മാറി. പിന്നെ ഇവരുടെ ഡിഫൻസ് അതിഗംഭീരമായിരുന്നു. കോങ്കോയുടെ ഈ ലോബോക്കാണെങ്കിൽ പോലും പോർച്ചുഗലിന് കുറേ ചാൻസ് ഉണ്ടാക്കിയിട്ട് പുറത്തടിച്ചിട്ട് കളഞ്ഞതോ അല്ലെങ്കിൽ ഗോളി സേവ് ചെയ്തതോ ഒന്നല്ല. ഇപ്പോൾ സ്പെയിനെതിരാണെങ്കിൽ പോലും അന്ന് ഗോൾ കീപ്പർ അതിഗംഭീരമായി പെർഫോം ചെയ്യുന്നുണ്ട്. പക്ഷെ ഇന്നലത്തെ മാച്ചിൽ ഗോൾ കീപ്പർക്കൊന്നും ഒരു പണിയില്ലായിരുന്നു. അതായത് അവിടെ കൃത്യമായിട്ട് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഒരു 5-man ഡിഫൻസ് കളിച്ചത് കൊണ്ട് തന്നെ റൊണാൾഡോയെ മാർക്ക് ചെയ്യാൻ എപ്പോഴും ഒരു 2 ആളുകൾ അല്ലെങ്കിൽ ആ ബോക്സിലുള്ള താരങ്ങളെ മാർക്ക് ചെയ്യാൻ എപ്പോഴും സ്റ്റോപ്പർ ബാക്കുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു ഡിഫൻസിന് ഓവർ വർക്ക് ലോഡ് വന്നിട്ടില്ല. ഉള്ള താരങ്ങൾ എല്ലാവരും ഒരുപോലെ നന്നായി കളിച്ചു. അതുകൊണ്ട് പോർച്ചുഗലിനെ പൂട്ടി എന്നുള്ളത്. ഇപ്പോൾ മാർട്ടിനസിന്റെ സബ്സ്റ്റിറ്റ്യൂഷനെ പറ്റിയിട്ട് ഭയങ്കര വിമർശനങ്ങൾ നടക്കുന്നുണ്ട്. കാരണം ആദ്യത്തെ സബ്സ്റ്റിറ്റ്യൂഷൻ എല്ലാവർക്കും ഭയങ്കര അംഗീകരിക്കാവുന്നത്. കാരണം ബെർണാർഡോ സിൽവ റൈറ്റ് വിങ്ങിൽ കുറച്ച് സ്പേസ് കുറഞ്ഞപ്പം കോൺസൈസോയെ കൊണ്ടുവരുന്നു. അത് ആ അറ്റാക്കും ആ ഒരു വിങ്ങിലെ അറ്റാക്കിന്റെ മൊമെന്റം തന്നെ മാറ്റി. പക്ഷെ പിന്നീടുള്ള സബ്സ്റ്റിറ്റ്യൂഷൻസ് കുറേ ലേറ്റ് ആയിരുന്നു. വിറ്റീനിയെ പിൻവലിച്ച് ഗോൺസാലോ റാമോസിനെ കൊണ്ടുവരുന്നു, റഫേൽ ലിയാവെ കൊണ്ടുവരുന്നുണ്ട്. അതൊക്കെ കുറച്ച് ലേറ്റായി എന്ന് തോന്നുന്നുണ്ടോ? അതിൽ ഈ വിറ്റീനിയെ പിൻവലിച്ച് റാമോസ് ഒന്ന് റൊണാൾഡോയെ പിൻവലിക്കാതിരിക്കാനുള്ളൊരു തന്ത്രം കൂടെയാണ്. എന്നാൽ ഒരു സ്ട്രൈക്കറെ ഉപയോഗപ്പെടുത്തിയതുള്ള പേര് അതൊരു അറ്റാക്കിങ് കൂടെയാണ്. കാരണം ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ആ സമയത്ത് ഡിഫൻസ് അല്ലെങ്കിൽ മിഡ്ഫീൽഡിലൊന്നും ബോൾ വെച്ചിട്ട് കാര്യമില്ല. പരമാവധി ഗോൾ അടിക്കാൻ ചാൻസുള്ള ഒരു പ്ലെയറെ കൂടിയും ഇറക്കുക എന്നുള്ളതാണ്. പക്ഷേ അതിൽ നമ്മൾ റൊണാൾഡോയെ നമ്മൾ മാച്ചിൻ്റെ ഒരു എന്താ പറയുക ബോൾ തൊട്ടൊക്കെ ഒരു അളവ് നോക്കുകയാണെങ്കിൽ റൊണാൾഡോയെ ശരിക്കും പിൻവലിക്കാൻ പാകത്തിലുള്ള സ്റ്റാറ്റ്സുള്ള ആളാണ്. പക്ഷേ അദ്ദേഹം പറഞ്ഞത് റൊണാൾഡോയെ പോലെ ഒരാൾ ഏത് സമയവും ബോക്സിൽ ഒരു ത്രെറ്റാണ്, റൊണാൾഡോയെ ഉപയോഗപ്പെടുത്തണം എന്നുള്ളത് തന്നെയാണ് കൊച്ചിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നു ന്യൂനോ മെൻഡസും വിചാരിച്ച രീതിയിൽ പെർഫോം ചെയ്തില്ല. അത് നമ്മൾ ഭയങ്കര ഹൈപ്പ് വെച്ച പ്ലേസ് എല്ലാവരും നിരാശപ്പെടുത്തി. ഞാൻ ഏറ്റവും ഹൈപ്പ് വെച്ച ബ്രൂണോ ആയിരുന്നു, പിന്നെ ഒന്ന് വിട്ടീഞ്ഞ, പിന്നെ ഓഫ് കോഴ്സ് ന്യൂനോ മെൻഡസ് ആയിരുന്നു. മെൻഡസൊക്കെ PSG കാണിക്കുന്ന ഒരു ഓവർലാപ്പിംഗ് സിസ്റ്റം ഉണ്ട്. അതായത് വിങ്ങേഴ്സ് റൺ ചെയ്യുമ്പോൾ അതിൽ മുന്നിലേക്ക് ഓടി കയറി ക്രോസുകൾ കൊടുക്കുക. ഇപ്പം നെറ്റോയുടെ കൂടെ ന്യൂനോ മെൻഡസിന് നമ്മളൊരു ഫ്രെയിമിൽ ഇതുവരെ കണ്ടിട്ടില്ലായിരുന്നു പലപ്പോഴും. കാരണം മെൻഡസിൽ നിന്ന് പ്രതീക്ഷിച്ചത് അതല്ല. മെൻഡസിന്റെ ക്രോസുകൾ ഒരുപക്ഷെ റൊണാൾഡോയുടെ തലപ്പൊക്കത്തിൽ വന്നിരുന്നെങ്കിൽ നല്ല ഗോളുകൾ സ്കോർ ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ മെൻഡസും നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് മാച്ച് ആയതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ കുറച്ചൊക്കെ റിസർവ് ആയിട്ട് കളിച്ച് കാര്യമായി കോൺട്രിബ്യൂട്ട് ചെയ്യാതെ ബാക്കിൽ ബിൽഡ് ചെയ്യാൻ വിറ്റീന എന്നുള്ള പാസുകൾ വാങ്ങി ബാക്കിൽ ബിൽഡ് ചെയ്ത് മുന്നോട്ടേക്ക് ബോൾ സപ്ലൈ ചെയ്യുക എന്നുള്ളത് അപ്പോഴത്തേക്ക് ആ ഒരു ഓവർലാപ്പിംഗ് നടത്തിയിട്ടില്ലാന്ന് തോന്നുന്നു. നമ്മൾ ഈ ഒരു കളിയിൽ ഏറ്റവും എടുത്ത് പറയേണ്ടത് കോങ്കോയുടെ ഒരു മിഡ്ഫീൽഡേഴ്സിനെ. അതായത് കോങ്കോയുടെ മിഡ്ഫീൽഡിൽ തന്നെ നമുക്കറിയാം ഒരു ഇന്ത്യൻ വംശനായിട്ടുള്ള താരമുണ്ട്, മുത്തുസ്വാമി. അപ്പം അവിടുത്തെ അത്
പേജുകൾ മറ്റേ ആളുകളൊക്കെ പറയുന്നത് വെച്ചാൽ ഫ്രഞ്ച് എഴുത്ത് പോലെ മുത്തുസ്വാമി എന്നൊക്കെ എഴുതുന്നത് മുത്തുസ്വാമി എന്നുള്ള തമിഴ് പേരുന്നാണ് പോകുന്നത്. അപ്പോൾ ആ ഒരു മിഡ്ഫീൽഡ് നമുക്കറിയാം കിട്ടുന്ന ബോളുകൾ പലപ്പോഴും കൃത്യമായി ചെറിയ ചെറിയ പാസുകളാണെങ്കിലോ വൈഡ് പാസുകളാണെങ്കിലോ ഒക്കെ ഭയങ്കര ആക്യുറസിയിൽ പാസ് ചെയ്ത് കൃത്യമായിട്ട് ബിൽഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഗ്രൂപ്പിൽ പൊതുവെ കമ്പാരിറ്റീവ്ലി പോർച്ചുഗൽ ഏറ്റവും എളുപ്പമുള്ളൊരു ഫിക്സ്ചർ ആയിരുന്നു ഇത്. ഇനി അങ്ങോട്ടേക്കുള്ളത് ഉസ്ബെക്കിസ്ഥാനാണ്, പിന്നൊന്ന് കൊളംബിയാണ്. എങ്ങനെയായിരിക്കും ഗ്രൂപ്പ് ഘട്ടം കടക്കാൻ ഇനി പോർച്ചുഗൽ പ്രയാസപ്പെടുമോ? പോർച്ചുഗൽ സത്യത്തിൽ എനിക്ക് തോന്നുന്നൊരു ഓവർ കോൺഫിഡൻസ് അല്ല, ഒരു ജയം ഉറപ്പിച്ച പോലെയായിരുന്നു അവരുടെ ഒരു ബോഡി ലാംഗ്വേജ്. ഫസ്റ്റ് ആ ഗോൾ കൂടി വന്നപ്പോൾ ഏറെക്കുറെ മത്സരം സീൽ ചെയ്തൊരു കോൺഫിഡൻസിലാണ് അവർ കളിച്ചത്. ആ പാസിങ്ങിൻ്റെ ഒക്കെ ഒരു രീതിയൊക്കെ കണ്ടാൽ അറിയാം. പക്ഷേ അവിടെ നിന്നാണ് ടേൺ ചെയ്തത്. ഇനിയും തോന്നുന്നു പോർച്ചുഗലിന് കുറച്ച് ടൈറ്റാണ്. ഉസ്ബെക്കിസ്ഥാനോടുകൂടിയും ഇൻ കേസ് ഒരു സമനിലയൊക്കെ കുടുങ്ങിയാൽ പിന്നെ പാടാണ്. ഇതിൽ ചെറിയൊരു വ്യത്യാസം നമുക്ക് തോന്നുന്നത് ഇപ്പൊ കോങ്കോന്റെ പോലത്തെ ഒരു ഡിഫൻസീവ് സെറ്റപ്പിലായിരിക്കില്ല കൊളംബിയയും ഉസ്ബെക്കിസ്ഥാനും. കളി കുറച്ചും കൂടി ഓപ്പൺ ആയിരിക്കും. അപ്പോൾ ഒരു പക്ഷേ ഇപ്പൊ ബ്രൂണോനെ പോലത്തെ വിറ്റീഞ്ഞിനെ പോലത്തെ ആളുകൾക്ക് കുറച്ചും കൂടി സ്പേസ്, കാരണം ഇപ്പൊ കൊളംബിയ ആണെങ്കിൽ പോർച്ചുഗലിനോട് ജയിക്കാനേ കളിക്കുള്ളൂ. അപ്പോഴൊക്കെ നമുക്ക് കുറച്ചും കൂടി ഓപ്പൺ മിഡ്ഫീൽഡ് ആയിരിക്കും. അപ്പോൾ ഇതുപോലത്തെ അപ്പോഴായിരിക്കും ചിലപ്പോൾ ഈ ഇൻഡിവിജ്വൽ ക്വാളിറ്റി, ഇപ്പോൾ വിറ്റീഞ്ഞ ആയാലും ന്യൂനോ ആയാലും ബ്രൂണോ ആയാലും അവരുടെയൊക്കെ ഒരു ഇൻഡിവിജ്വൽ ക്വാളിറ്റിയിൽ സ്പേസ് ഫൈൻഡ് ചെയ്യാനും. അപ്പോൾ പോലും ഈ ക്രിസ്ത്യാനോ റൊണാൾഡോനെ ഈ ഐസൊലേറ്റ് ചെയ്യുന്നതിന് പകരം കുറച്ചും കൂടി ഒരു റൊണാൾഡോനെയും കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളൊരു സിസ്റ്റത്തിലേക്ക് മാറാൻ ചിലപ്പോൾ ഒരു പക്ഷേ കോച്ച് ഒന്നും കൂടി ഒന്ന് ശ്രദ്ധിക്കേണ്ടി വരും. ഇപ്പോൾ ഈ 11 മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട്. കാരണം ജാവോ ഫെലിക്സിനെ പോലെ ക്ലബ്ബിൽ നല്ലൊരു സീസൺ കഴിഞ്ഞ് വരുന്ന താരങ്ങളുണ്ട് ബെഞ്ചിൽ. അതുപോലെ തന്നെ ഇപ്പോൾ റൂബൻ ഡിയാസ് സ്വാഭാവികമായിട്ടും പരിക്ക് മാറി കഴിഞ്ഞാൽ ആൾ വരും. അതുപോലെ തന്നെ ഇനാസിയോ പോലത്തെ താരങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ആ ഒരു 11 മാറ്റങ്ങൾക്ക് ഇനി സാധ്യതകളുണ്ടോ? കാര്യം 11 മാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ ജാവോ ഫെലിക്സിനെ ഏത് പൊസിഷനിലേക്കാണ് കൊണ്ടുവരിക എന്നുള്ളതാണ്. ജാവോ ഫെലിക്സിനെ ഒരിക്കലും ബ്രൂണോക്ക് പകരം സെൻട്രൽ അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായിട്ട് കൊണ്ടുവരാൻ ചാൻസ് ഇല്ല. റൊണാൾഡോക്ക് പകരം ഒരു സ്ട്രൈക്കറായിട്ടും, അപ്പോൾ ഒരു വിങ്ങർ അല്ലല്ലോ ജാവോ ഫെലിക്സ്. അപ്പോൾ വിങ്ങിൽ എന്തായാലും ജാവോ ഫെലിക്സ് സ്റ്റാർട്ടിംഗ് ലൈനപ്പിൽ വരാനുള്ള സാധ്യത കുറവാണ്. ഒരു പക്ഷേ ബെർണാഡോ സിൽവനെ പോലത്തെ ഒരു പ്ലെയറെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഈ ഫ്രാൻസിസ്കോ കോൺസിസ വന്നാലായി, അല്ലെങ്കിൽ നെറ്റോക്ക് പകരം. അല്ലാതെ ഈ മിഡ് 3യും റൊണാൾഡോയും ചേഞ്ച് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. ഈ ഒരു ലോ ബ്ലോക്ക് വരുമ്പോൾ ഈ ടീമുകളെ കണക്കൂട്ടലുകളൊക്കെ തെറ്റുന്നുണ്ട്. നമ്മൾ ഈ ബ്രൂണോയുടെ മറ്റേ മാജിക്കൽ ടച്ച്, വിറ്റീഞ്ഞയുടെ സ്പേസ് എടുക്കൽ, ഇതൊക്കെ നടക്കണമെങ്കിൽ അതിനനുസരിച്ചൊരു പ്ലേയും കൂടി വരണമല്ലോ. ഇത് എതിർ ടീം ഫുൾ അങ്ങോട്ട് വരുമ്പോൾ പിന്നെ ഇവർക്ക് പരമാവധി അങ്ങോട്ട് ബോൾ എത്തിക്കുക എന്നുള്ളൊരു ഡ്യൂട്ടി മാത്രമാണ്, മറ്റൊന്നും നടക്കാതെ പോകുന്ന ഫീലാണെന്നാണ് എനിക്ക്. നമ്മൾ ഈ കോങ്കോ എന്ന് പറയുമ്പോൾ നമ്മൾ പറയും ഒരു ചെറിയ ടീമാണ്, കാര്യമായിട്ട് പ്ലെയേഴ്സ് ഒന്നുമില്ല. പക്ഷെ ആ പേരിലെ ലൈനപ്പുകൾ എടുത്തപ്പോൾ ആരോൺ വാൻ ബിസാക്ക ഉണ്ട്, യുണൈറ്റഡിൽ കളിച്ച താരമാണ്. വിസ നിലവിൽ ന്യൂകാസിലിന്റെ താരമാണ്. അതുപോലെ തന്നെ ട്രാൻസോബെ യുണൈറ്റഡിൽ കളിച്ചത്. അങ്ങനെ ഒരുപാട് പേരുകളുണ്ട്. നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന കുറേ പേരുകൾ ആ ഒരു ടീമിലുണ്ട്. ആ ഒരു ടീം ഒരു ഭയങ്കര എഫേർട്ട് എടുത്ത് കളിച്ചത് നമ്മൾ കണ്ടു. നേരെ മറിച്ച് പോർച്ചുഗലിൻ്റെ ഭാഗത്ത്, പോർച്ചുഗലിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ ഒരു മത്സരത്തിൽ ഏറ്റവും വിനയായത് അവരുടെ സെൻറ്റർ ബാക്കിലെ പെയറിംഗ് ആണ്. ഒരു പോർച്ചുഗലിൽ നമ്മൾ മിഡ്ഫീൽഡ് ഭയങ്കര സ്ട്രോങ് ആണ്, അറ്റാക്ക് നല്ല സ്ട്രോങ് ആണെന്നൊക്കെ പറയുമ്പോൾ അവിടെ ഒരു വിങ് ബാക്കുകളൊക്കെ നല്ല സ്ട്രോങ് ആണ്. ഒരു സെൻറ്റർ ബാക്കിൽ ഏറ്റവും നല്ല പെയറിംഗ് ഒന്ന് ഇനാസിയോയും റൂബൻ ഡിയാസും ഉള്ള ഒരു കോമ്പിനേഷൻ ആയിരുന്നു. അവർ കഴിഞ്ഞ നാഷൻസ് ലീഗ് ഉൾപ്പെടെ നേടുമ്പം പെപ്പെ പോലുള്ള അതൊരു സെൻറ്റർ ബാക്കിൽ നല്ലൊരു പെയറിംഗ് എപ്പോഴും പോർച്ചുഗൽ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു മത്സരത്തിലേക്ക് വന്നപ്പം ഒന്നിറങ്ങിയത് റെനറ്റോ വേഗയാണ്, മറ്റൊന്നത് തോമസ് അറാവോ ആണ്. ഈ രണ്ട് താരങ്ങളും ഇൻഎക്സ്പീരിയൻസ്ഡ് ആണ്, പലപ്പോഴും ഒരുമിച്ച് കളിച്ചിട്ട് പോലുമില്ല. ആ ഒരു സെൻറ്റർ ബാക്ക് പെയറിംഗ് മാറിക്കഴിഞ്ഞാൽ കുറേയൊക്കെ ബാക്ക് സേഫ് ആയിരിക്കില്ല. നമുക്കത് ഓൾറെഡി ഉള്ളൊരു ഇഷ്യൂ ആയിരുന്നു. പോർച്ചുഗലിൻ്റെ എല്ലാ പൊസിഷനും വെച്ച് നോക്കുമ്പോൾ തമ്മിൽ ഏറ്റവും ദുർബലം സെൻറ്റർ ബാക്ക് തന്നെയായിരുന്നു. റൂബൻ ഡയസ് ഉണ്ട്, ഓഫ്കോഴ്സ് മറ്റ് പെയർ ആരാന്നുള്ളത് ഓൾറെഡി നമ്മൾ മാച്ചിന് മുമ്പ് തന്നെ അനാലിസിസിൽ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അതേസമയം ഈ ഫുൾ ബാക്കുകൾ എനിക്ക് തോന്നുന്നു ഏറ്റവും എല്ലാവരും ഏറ്റവും പൊക്കി പറഞ്ഞിരുന്നൊരു ടീമായിരുന്നു പോർച്ചുഗൽ. പക്ഷേ സെൻറ്റർ ബാക്ക് അവരുടെ ഓൾറെഡി ഒരു കൺസേൺ ആണ് ഓരോ ടീമിനും. ബ്രസീലിനും മിഡ്ഫീൽഡ് എന്നൊക്കെ പറയുന്ന പോലെ. പക്ഷെ നമ്മൾ ആ എന്താണ് നമ്മൾ കളി തുടങ്ങുന്നതിന് മുമ്പ് പറഞ്ഞിരുന്നത്, അതൊക്കെ നമ്മൾ കളി തുടങ്ങിയിട്ടും അതേ പ്രശ്നങ്ങൾ തന്നെ കാണുന്നതെന്നുള്ളതാണ്. പിന്നെ എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ ആഫ്രിക്കയിൽ നിന്ന് വരുന്ന ടീമുകളെ എല്ലാവരും ഒരു മിനിമം ക്വാളിറ്റി എൻഷുർ ചെയ്യുന്ന നമ്മൾ പ്രതീക്ഷിക്കണം. കാരണം എനിക്ക് തോന്നുന്നത് കൺട്രീസിൻ്റെ എണ്ണം നോക്കുകയാണെങ്കിൽ യൂറോപ്പ് കഴിഞ്ഞാൽ ഏറ്റവും കടുത്ത ക്വാളിഫിക്കേഷൻ കൊണ്ടുള്ളത് ഇപ്പോൾ ആഫ്രിക്കയിലാണ്. സൗത്ത് അമേരിക്ക ഉണ്ടെങ്കിലും കൺട്രീസ് കുറവാണ്, ഉള്ളത് ക്വാളിറ്റി റാങ്കിങ് ടീമുകളാണ്. അപ്പോൾ എണ്ണം കൂടുതൽ അവർ വരുന്നുണ്ട്. പക്ഷെ ആഫ്രിക്ക ഭയങ്കര ഫുട്ബോളിന് ഭയങ്കരമാണ്. അപ്പോൾ അവിടുന്ന് വരുന്നവരൊക്കെ ആ ക്വാളിറ്റി കീപ്പ് ചെയ്യുന്നത്. ഈവൻ ചെറിയ രാജ്യമാണ് ഇപ്പോൾ. അതാണ് ഇപ്പോൾ കേവ്വേഡയും കണ്ടത്. കാരണം നൈജീരിയ എന്നൊക്കെ പറയുന്നത്, നൈജീരിയ കാമറൂൺ എന്നൊക്കെ പറഞ്ഞാൽ അവർക്കൊന്നും ക്വാളിഫിക്കേഷൻ ഇല്ല. അവരെ കടന്നു വന്ന ടീമുകളാണ് ഈ കോങ്കോയും ഇവരൊക്കെ. അപ്പോൾ നമ്മളത് ആ ഒരു ക്വാളിറ്റി ആഫ്രിക്കൻ ടീമുകളടുത്ത് നിന്ന് പ്രതീക്ഷിക്കണം എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ഈ ഒരു ആഫ്രിക്കൻ ടീമുകളുടെ കാര്യങ്ങൾ പറയുമ്പോൾ ഈ ആഫ്രിക്കൻ ടീംസിനെതിരെ യൂറോപ്യൻ ടീംസ് കളിക്കുമ്പോൾ പലപ്പോഴും നന്നായി വിയർക്കുക നമ്മൾ കണ്ടു. ഇപ്പോൾ സ്പെയിൻ്റെ കാര്യത്തിലായാലും അതുപോലെ തന്നെ ഇപ്പോൾ പോർച്ചുഗൽ കളിക്കുമ്പോൾ ഇവരൊക്കെ ഇപ്പോൾ ഫ്രാൻസ് ആണെങ്കിലും ഫസ്റ്റ് ഹാഫ് നന്നായി സെനഗലിനെതിരെ പ്രയാസപ്പെട്ടു. ഇതിനൊരു കാരണം ഈ ഒരു യൂറോപ്യൻ സ്റ്റൈലിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് അല്ലെങ്കിൽ അവർക്ക് തീരെ പരിചിതമല്ലാത്തൊരു അപ്രോച്ച് ഈ ആഫ്രിക്കൻ ടീംസ് എടുക്കുന്നതായിട്ട് തോന്നുന്നു. അതിൽ ആ ഒരു ഫിസിക്കാലിറ്റി ഒരു വലിയ ഫാക്ടറാണ്. ഇപ്പോൾ ആഫ്രിക്കൻ ടീംസിനെ നമ്മൾ മുമ്പേ കാണുന്നതാണ്, പക്ഷേ ഇപ്പോൾ കുറച്ചും കൂടി ആയിട്ട്, മുമ്പ് ഫിസിക്കാലിറ്റി മാത്രമായിരുന്നെങ്കിൽ ഇപ്പം ഈ മിക്ക ആഫ്രിക്കൻ പ്ലെയേഴ്സും
ഈ ചെറുപ്പത്തിലെ യൂറോപ്യൻ ക്ലബ്ബുകൾ സ്കൗട്ട് ചെയ്ത് മിക്ക ആഫ്രിക്കൻ പ്ലേയേഴ്സും യൂറോപ്യൻ ടീംസിൻ്റെ അണ്ടർ-19 അണ്ടർ-21 ട്രെയിൻ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ടാക്ടിക്കൽ അവയർനെസ്സും വരുന്നുണ്ട്. പിന്നെ അവർക്ക് നാച്ചുറൽ ആയിട്ടുള്ള അവരുടെ ആ ഒരു ഫിസിക്കൽ ഡോമിനേഷൻ. അപ്പോൾ അത് രണ്ടും കൂടി കൂടുമ്പം ഇപ്പം നമ്മളിപ്പോൾ നോക്കിയാൽ ഇപ്പം ഏത് വലിയ ടീമിലാണ് ആഫ്രിക്കൻ പ്ലേയേഴ്സ് ഇല്ലാത്തത്? അപ്പം നമ്മൾ ആഫ്രിക്കൻ നേഷൻസ് കപ്പൊക്കെ വരുമ്പം വലിയ ടീമുകൾക്ക് അത് ഭയങ്കര പ്രയാസമാണ്. പലപ്പോഴും 3-4 ആളുകളൊക്കെ വലിയ സ്റ്റാർ പ്ലേയേഴ്സ് ഒക്കെ അപ്പം അവർക്കിപ്പം ഭയങ്കര എക്സ്പോഷറും കിട്ടുന്നുണ്ട് ആഫ്രിക്കൻ പ്ലേയേഴ്സിന്. ഇപ്പം എല്ലാ ടീമുകളുടെയും ഒരു സ്കൗട്ടിംഗ് ടീം ആഫ്രിക്കയിലെ ഓരോ രാജ്യത്തിലും പോയി സ്കൗട്ട് ചെയ്തിട്ടാണ് ഈ അക്കാഡമിയിലേക്ക്, മെയിൻ ടീമിലേക്ക് അത് റെഡി ആയതിനു ശേഷമല്ല, അക്കാഡമിയിലേക്ക് തന്നെ ഒരുപാട് പ്ലെയറുണ്ട്. അപ്പോൾ അവർക്ക് ഓൾറെഡി ആ ഒരു ഫിസിക്കൽ അഡ്വാൻറ്റേജ് ഉണ്ട്. അത് കൂടാതെ ഇപ്പോൾ ടാക്ടിക്കലി അവരൊക്കെ ഈ ചെറിയ നല്ല കോച്ചസിൻ്റെ അണ്ടറിൽ വരുന്നത് നല്ല ടാക്ടിക്കലിയും ഭയങ്കര എവറായിട്ടുള്ളവരാണ്. അപ്പോൾ ആഫ്രിക്ക ആ ഒരു രീതിയിൽ വെച്ച് നോക്കുമ്പോൾ ആഫ്രിക്കൻ പ്ലേയേഴ്സ് മെച്ചപ്പെട്ട് വരുന്നതാണ് നമ്മൾ കാണുന്നത്. പൊളിറ്റിക്കലി കറക്റ്റ് ഞങ്ങൾക്കറിയില്ല. അപ്പോൾ ഫ്രാൻസ് പോലും ഓൾമോസ്റ്റ് ആഫ്രിക്കൻ. അതെ അതെ, അത് വേറെ ഉണ്ട്. അതെ, അതിൻ്റെ ഒരു എന്താ പറയുക ലോ ലെവൽ ആളുകളാണ് ഈ ആഫ്രിക്കൻ ടീം. അതേപോലെ ഫ്രാൻസിൽ ജനിച്ച് ഉള്ള ഒരു ആഫ്രിക്കൻ വംശജരാണ് ഫ്രാൻസ് ടീമിൽ. 1-2 തിയോ ഹെർണാണ്ടസും റാബിയോയും മാറ്റി നിർത്തിയാൽ എല്ലാവരും ബ്ലാക്ക്. അതേ ലെവൽ തന്നെയാണ് ഇപ്പോൾ പല ടീമുകളും. ഈവൻ മൊറോക്കോ ആണെങ്കിൽ പോലും സെയിം സിറ്റുവേഷൻ ആണ്. പലരും ഫ്രാൻസിലും സ്പെയിനിലും പോർച്ചുഗലിലൊക്കെ ജനിച്ചവരാണ്. മൊറോക്കോയുടെ മത്സരത്തിൽ 65 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മൊറോക്കോക്കാർ ഒരാളും പോലും ടീമിലില്ലായിരുന്നു ഉള്ള ഒരു സ്റ്റാറ്റ് പോലും വന്നിരുന്നു. അത്തരത്തില് ഫുൾ പുറത്തുനിന്നുള്ള പ്ലേയേഴ്സും പുറത്ത് എക്സ്പോഷർ ഉള്ള നല്ല പ്ലേയേഴ്സാണ് ഇപ്പോൾ ഈ ആഫ്രിക്കൻ ടീംസിലൊക്കെ പരമാവധി കളിക്കുന്നതെന്ന് തോന്നുന്നു. അത് ഭയങ്കര മാറ്റമാണ്. എനിക്ക് കുറച്ചെങ്കിലും അതിൽ കുറവുള്ളൊരു ടീം സൗത്ത് ആഫ്രിക്കയാണ്. സൗത്ത് ആഫ്രിക്ക അത്രയ്ക്ക് യൂറോപ്യൻ എക്സ്പോഷർ ഉള്ള പ്ലേയേഴ്സ് കുറവാണ്. അതാണ് അതിൻ്റെ കുറവ് അവർക്ക് കാണാനുണ്ട്. അതായത് ഈ നേരത്തെ പറഞ്ഞ പോലെ യൂറോപ്പിൻ്റെ ഒരു ടാക്ടിക്സും പിന്നെ ഈ ഒരു ഫിസിക്കാലിറ്റിയും കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവരും ഒരു മിനി ഫ്രാൻസ്. 90 മിനിറ്റ്സും ഒരേ ഇൻറ്റൻസിറ്റിയിൽ അവർക്ക് കളിക്കാൻ പറ്റും. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ യൂറോപ്യൻസിലൊക്കെ മിക്കവാറും ഒരു 70-80 മിനിറ്റ് കഴിയുമ്പം മിക്ക പ്ലേയേഴ്സും ഫാറ്റിക്കായിട്ട് ടയേർഡ് ആവുന്നത്. പക്ഷെ ആഫ്രിക്കൻ പ്ലേയേഴ്സിൽ നമ്മളത് കാണുന്നില്ല. ആഫ്രിക്കൻ പ്ലേയേഴ്സ് 95 മിനിറ്റിലും അതേ ഇൻറ്റൻസിറ്റിയിലാണ് കളിക്കുന്നത്, അതേ സ്പീഡിലാണ് കളിക്കുന്നത്. അത് ഇപ്പോൾ ഒരു ക്ലൈമറ്റിൻ്റെ കേസ്, നമ്മൾ ഈ ആഫ്രിക്കയുടെ ക്ലൈമറ്റിനോട് ഒരു സിമിലർ ആയിട്ടുള്ള ഒരു ക്ലൈമറ്റാണ് നിലവിലിപ്പം അമേരിക്കയിലുള്ളത്. ഒരു ഹ്യൂമിഡ് ഫീൽ, ഭയങ്കര ഒരു ഹീറ്റഡ് ഫീലാണുള്ളത്. ഈ ഒരു ഹീറ്റഡ് പ്രശ്നം ആളുകൾ യൂറോപ്യൻസിനെ കാര്യമായി ബാധിക്കുകയും അതായത് ആഫ്രിക്കൻസിനെ കാര്യമായി ബാധിക്കാതിരിക്കുകയും ഒരു സിറ്റുവേഷൻ നമ്മൾ കാണുന്നില്ലേ? അതായത് അവർക്ക് ആഫ്രിക്കൻസിന് കുറച്ചുകൂടി യൂസ്ഡ് ആയിട്ടുള്ള ക്ലൈമറ്റാണ് അമേരിക്കൻത്. യൂറോപ്പിൽ അത് പറയുകയാണെങ്കിൽ ഈ ഒരു ക്ലൈമറ്റ് അവർക്ക് അത്ര യൂസ്ഡ് അല്ല. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ക്ഷീണങ്ങളും. പിന്നെ എനിക്കൊന്നതായി പൊതുവെ നമ്മൾ വേൾഡ് കപ്പിലെ ഞാൻ നേരത്തെ പറയുന്നത്, അതായത് വേൾഡ് കപ്പിലെ ആദ്യ മത്സരങ്ങളിൽ പൊതുവെ ഈ ബിഗ് ടീംസ് ഒന്ന് പരിങ്ങാറുണ്ട്. എല്ലാ വേൾഡ് കപ്പിലും നമ്മൾ ഇതുപോലെ ചർച്ച ചെയ്യുന്നതാണ്. ഇപ്പോൾ കഴിഞ്ഞ ലോകകപ്പിൽ നമ്മൾ ഫ്രാൻസിനൊക്കെ ഭയങ്കരമായി വിമർശിച്ചിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്. അർജന്റീന ആദ്യം തോറ്റു. ഫ്രാൻസ് ഇതേപോലെ ടുണീഷ്യനോട് അങ്ങോട്ട് സമനിലയോ തോൽവി രണ്ടും ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞിരുന്നു യൂറോപ്പിൻ്റെ ഇത് തീർന്നു എന്നൊക്കെ. പക്ഷെ ഇവരെ ടീം എന്ന് പറയുന്നത് ഒരു ബിഗ് യൂറോപ്യൻ സീസൺ കഴിഞ്ഞിട്ട് വരികയാണ്. ഇപ്പം നമ്മൾ ഈ ജവോ നെവസ് ആയാലും വിട്ടിഞ്ഞായാലൊക്കെ ലാസ്റ്റ് എത്ര ടീമിനൊപ്പം ചേർന്നിട്ട് കുറച്ച് ദിവസമായിട്ടുള്ളൂ ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ. അപ്പോൾ ഇവരൊരു കോർഡിനേഷൻ അതുപോലെ തന്നെ ഗെയിം പ്ലാനൊക്കെ സെറ്റ് ആവാൻ ടൈം എടുക്കും. ഇതേ പ്രശ്നം എല്ലാ ടീമിനുണ്ട്. ബ്രസീലിനൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു അർജന്റീനയൊക്കെയാണ് അത് ഒരേ ആളുകൾ ഒരുപാട് കാലം ഒരുമിച്ച് കളിക്കുന്നുണ്ട്. അതെ, അപ്പോൾ ആ ഒരു പ്രശ്നമുണ്ട്. അതെനിക്ക് തോന്നുന്നത് കളി ഇങ്ങനെ പ്രോഗ്രസ് ചെയ്യുന്നിടത്തോളം കൂടെ ഇവരെന്നെ അങ്ങനെ കയറി വരും. മറ്റു പട്ടിമ നടക്കുന്നവരൊക്കെ ഇങ്ങനെ പിന്നിലേക്ക് പോകുന്നത് തന്നെയാണ് എനിക്ക്. പിന്നെ ഈ ബിഗ് ടീംസ് നമ്മൾ ഇപ്പോൾ ഈ ഡിഫെൻഡിങ് മാത്രം ചെയ്യുന്ന ചെറിയ ടീമിനോട് കളിക്കുന്ന കളിയായിരിക്കുമല്ലോ 2 വലിയ ടീമുകൾ നമ്മൾ കളിക്കുമ്പം. അന്നേരം 2 പേരും അറ്റാക്ക് ചെയ്യുന്നതോടുകൂടി നമ്മളെ മിഡ്ഫീൽഡിൽ സ്പേസ് വരും, കളി ഓപ്പൺ ആവും. അപ്പം അന്നേരമായിരിക്കും നമ്മളെ കറക്റ്റ് ഈ വലിയ ടീമുകളുടെയൊക്കെ ഈ 2 ടീം ജയിക്കാൻ കളിക്കുന്ന 2 ടീം കളിക്കുന്നതും തോൽക്കാതിരിക്കാൻ ശ്രമിക്കുന്ന കളിക്കുന്നതും ഇവരൊക്കെ തോൽക്കാതിരിക്കാനാണ് ശ്രമിക്കുന്നത്. അവർ ആദ്യ ഗോൾ നേടിയപ്പോൾ തന്നെ വിജയിച്ച പോലെയാണ് കോങ്കോ ഒക്കെ ആഘോഷിക്കുന്നത്. എനിക്കൊന്ന് കൊളംബിയനൊക്കെ ആയിട്ട് വരുമ്പോൾ അറിയാം പോർച്ചുഗലിന്റെ. അതാണ് പോർച്ചുഗലിന്റെ ലിറ്റ്മസ് ടെസ്റ്റ് എന്നാണ്. കറക്റ്റ് അതൊരു ഒരു പൊസിഷൻ ഫിക്സ് ചെയ്യുന്ന ഒരു മാച്ച് ആയിരിക്കും. കാരണം ഗ്രൂപ്പിലെ അവസാന മത്സരമായിരിക്കും. ഇപ്പോൾ കൊളംബിയ ആണെങ്കിൽ നമ്മൾക്ക് ഇന്ന് രാവിലത്തെ മത്സരത്തിൽ 3-1 നല്ലൊരു ഗംഭീര വിജയം വിജയിച്ച് വരികയാണ്. അപ്പോൾ പക്ഷേ കൊളംബിയ ഒരു സേഫ് സോണിലാണ് കളിക്കാൻ വരുന്നത്. നേരെ മറിച്ച് പോർച്ചുഗൽ ചിലപ്പോൾ ഒരു ഡിഫെൻഡിങ് സൈഡിൽ അല്ലെങ്കിൽ ഒരു തൊട്ട് പിന്നിലായിട്ടായിരിക്കും വരിക. അപ്പോൾ ആ ഒരു മത്സരം നല്ലൊരു ഇമ്പാക്ട്ഫുൾ മത്സരമായിരിക്കും തോന്നുന്നു. അതെ, എനിക്ക് തോന്നുന്നു. അതുപോലെ CR7 നിർണായകമാണ്. CR7 ഫോമിലേക്ക് എത്തട്ടെ എന്നുള്ളതാണ് നമ്മൾ മേജർ ടൂർണമെന്റ് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് 10ാമത്തെ കളിയാണ് ഗോളുകളൊന്നുമില്ലാതെ. കഴിഞ്ഞ യൂറോ കപ്പിൽ 5 കളിയിലും ഗോളടിക്കാൻ പറ്റിയിട്ടില്ല. അതിന് മുമ്പ് വേൾഡ് കപ്പിൽ ഫസ്റ്റ് കളിയിൽ ഒരു പെനാൽറ്റി മാത്രമാണ് ഗോളടിച്ചത്. ഒരു മേജർ ടൂർണമെന്റിൽ ഗോളടിക്കുന്നില്ല എന്നുള്ള ആ ഒരു പ്രഷർ അതും മാറ്റാനും റൊണാൾഡോ ശ്രമിക്കുകയായിരിക്കും. ഒന്ന് മൊത്തത്തിൽ മാറട്ടെ, പോർച്ചുഗൽ തിരിച്ചു വരട്ടെ. കാരണം അവരുടെ ഒരു ഗോൾഡൻ ജനറേഷനാണ്. ഇനി ഇതും കൂടി റോബർട്ടോ മാർട്ടിനസ് പരാജയപ്പെടുകയാണെങ്കിൽ 2 ഗോൾഡൻ ജനറേഷൻ ഇല്ലാതാക്കിയതുള്ള ഒരു അപൂർവ പേരായിട്ട് അദ്ദേഹത്തിന്
കൂടുതൽ വിമർശനം അദ്ദേഹത്തിനായിരിക്കും എനിക്ക് തോന്നുന്നു. അത് ഭയങ്കര അത്ഭുതമായിരുന്നു. കാരണം 2022 ഫിഫ റാങ്കിങ്ങിൽ 2ാം സ്ഥാനത്തായിരുന്നു ബെൽജിയം വേൾഡ് കപ്പിൽ വരുമ്പോൾ. ഹസാർഡ്, ഡിബ്രൂൻ, ആ ഒരു ഗോൾ കീപ്പർ കുർത്തവ തൊട്ടിട്ട് ഫെല്ലേനി, കൊമ്പാനി, ഗോൾ കീപ്പർ തൊട്ട് എല്ലാ പൊസിഷനിലും ക്വാളിറ്റി പ്ലെയേഴ്സിനെ വെച്ചിട്ടാണ് വന്നത്. എന്നിട്ട് അയാൾ ആണ് ഫസ്റ്റ് റൗണ്ടിൽ 2022 ബെൽജിയം പുറത്തു പോയത്. എന്നിട്ട് അതിനുശേഷം പുള്ളി നേരെ പോർച്ചുഗലിൻ്റെ മാനേജറാണ് പറഞ്ഞപ്പോൾ അന്ന് തന്നെ എല്ലാവർക്കും ഒരു അത്ഭുതമായിരുന്നു. കാരണം നമ്മളിപ്പം ഒരിക്കലും ക്ലബിൻ്റെ പോലെ അത്ര വലിയ മാനേജേഴ്സിനെ നാഷണൽ ടീമിന് കിട്ടാൻ ബുദ്ധിമുട്ടാണെങ്കിലും ഇപ്പം അർജൻറ്റീനയൊക്കെ ചെയ്യുന്ന പോലെ വളരെ സ്മാർട്ടായിട്ടുള്ള ഇതാണ് ആളുകൾ കൂടുതൽ ചെയ്യാറ്. ഇപ്പോൾ ഈവൻ ഇംഗ്ലണ്ടിനാണ് ഇപ്പം ഒരു പക്ഷേ ഏറ്റവും നല്ല കോച്ച് ഉള്ളത്. അതല്ലാതെ മറ്റ് മിക്ക ടീമുകളും നോക്കിയാൽ ഈ ക്ലബിൽ ഫ്ലോപ്പായ കോച്ചുകാരല്ലല്ലോ വരുന്നത്. മാർട്ടിനസ് ഓൾറെഡി എവർട്ടണിൽ നിന്നും സാക്കായതാണ്. എവർട്ടണിൽ സാക്കായിട്ട് ബെൽജിയത്തിലാണ് പോയത്. ബെൽജിയത്തിൽ അങ്ങനെ ഒരു നല്ലൊരു പെർഫോമൻസ് വളരെ കുറവായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ പോർച്ചുഗലിലേക്ക് വന്നത് എല്ലാവർക്കും ഒരു അത്ഭുതമായിരുന്നു.